നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ പൊതുമണ്ഡലം മുൻപെങ്ങും നേരിട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ഒരു വശത്ത് ഹേമ കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിനെ ചുറ്റിപ്പറ്റി വെള്ളിത്തിരകളിലെ ചില താരങ്ങളും ചില സൂത്രധാരന്മാരും നിലംപരിശായതിലൂടെ സിനിമ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിനോദോപാധി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതങ്ങനെ തുടരുമ്പോഴാണ് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന വെളിപ്പെടുത്തലുമായി മുഖ്യമന്ത്രിയുടെ അടുത്തൂൺ പറ്റികളായ ചിലർ വിമതവേഷം കെട്ടി രംഗത്ത് വന്നത്. വിമതരും സർക്കാരും തമ്മിലുള്ള വെല്ലുവിളികളിൽ എവിടെയായിരിക്കും വിജയമെന്നത് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുകയാണ്. ഉദ്യോഗജനകമായ നിമിഷങ്ങൾ കേരള രാഷ്ട്രീയ ഗോതയിലെ പോരാട്ടങ്ങൾക്ക് ആക്കം കൂട്ടുമ്പോൾ അടുത്ത രംഗത്തിനായി ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. യെസ്, യൂറോപ്പ് പരിവർത്തനത്തിൽ തന്നെ. ആഗോള ക്രൈസ്തവരുടെ അഭിമാനമായിരുന്ന ഹാഗിയ സോഫിയ കത്തീഡ്രലിനെ വെറും മ്യൂസിയമാക്കി അവതരിപ്പിക്കാൻ കേരളത്തിലെ സ്കൂൾ സാമൂഹ്യ പാഠപുസ്തകത്തിന്റെ ശില്പികളായ ക്രൈസ്തവ വിരുദ്ധ തൽപര കക്ഷികൾ പടച്ചുവിട്ട ശീർഷകമാണ് യൂറോപ്പ് പരിവർത്തനത്തിന്റെ പാതയിൽ എന്നത്. എന്നാൽ യൂറോപ്പിൽ ആകമാനം അതിപ്പോൾ അതിന്റെ വിപരീത അർത്ഥത്തിലാണ് അനർത്ഥമായിക്കൊണ്ടിരിക്കുന്നത്. ഫ്രീ സ്പീച്ചിനും ലിബറൽ പോളിസികൾക്കും പ്രാധാന്യം കൊടുത്തിരുന്ന യൂറോപ്യന്മാർക്ക് അവരുടെ കൺസർവേറ്റീവായ നിലപാടിലേക്കും ക്രൈസ്തവ പാരമ്പര്യങ്ങളിലേക്കും മൂല്യങ്ങളിലേക്കും മടങ്ങി വരേണ്ടതിന്റെ അനിവാര്യത ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അടുത്തിടെ ബ്രിട്ടനിൽ കുടിയേറ്റക്കാരായ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ നടന്ന തദ്ദേശീയരുടെ പ്രതിഷേധങ്ങളും കലാപങ്ങളും അങ്ങേയറ്റം കൗതുകത്തോടും അതിലേറെ ഗൗരവത്തോടും കൂടി തന്നെയാണ് ലോകം ഉറ്റുനോക്കിയത്. ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ആധിപത്യത്തിന്റെ കീഴിലാണ് രാജ്യം മുൻപോട്ട് പോകുന്നതെങ്കിലും ആംഗ്ലിക്കൻ കത്തോലിക്ക സഭാ മൂല്യങ്ങളിൽ അടിയുറച്ചു നീങ്ങുന്ന ആ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അത്ഭുതപൂർവമായ കുടിയേറ്റം തന്നെയായിരുന്നു. 2023 റിപ്പോർട്ട് അനുസരിച്ച് കുടിയേറ്റത്തിന്റെ എല്ലാ റെക്കോർഡുകളും ഭേദിക്കുന്ന വിധത്തിൽ 6.25 ലക്ഷം പേരാണ് ഒരു വർഷം കൊണ്ട് ബ്രിട്ടനിലേക്ക് കുടിയേറിയത്. 2 ലക്ഷത്തോളം പേർ കുടിയേറാനുള്ള അപേക്ഷ നൽകി കാത്തിരിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിൽ തുടരുന്ന അന്യസംസ്കാര കൂടിച്ചേരലുകൾ ബ്രിട്ടീഷുകാർക്കുണ്ടാക്കിയത് കടുത്ത അലോസരം തന്നെയായിരുന്നു. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി ബ്രിട്ടനിൽ എത്തിയവരൊക്കെ അവിടുത്തെ പൗരത്വം നേടിയെടുക്കുകയായിരുന്നു. അവിടുത്തെ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് ജയിച്ച് ആസൂത്രിതമായി അവിടം കീഴടക്കാനുള്ള നീക്കങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രിട്ടനിലെ 10-ലധികം നഗരങ്ങൾ ഭരിക്കുന്നത് മുസ്ലിമുകളായ മേയർമാരാണ്. പാക് പൗരനായ സാദിഖ് ഖാൻ മേയറായിരിക്കുന്ന ലണ്ടനിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് കടുത്ത ക്രൈസ്തവ വിരോധം തന്നെയാണെന്നാണ് റിപ്പോർട്ട്. സ്കോട്ട്ലാൻഡിൽ മുൻപ് പാകിസ്ഥാനായ ഹുംസ യൂസഫ് ഫസ്റ്റ് മിനിസ്റ്റർ ആയപ്പോൾ ആദ്യം മുൻപോട്ട് വെച്ച കാര്യം ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ അധീനതയിൽ നിന്ന് സ്കോട്ട്ലാൻഡിനെ അടർത്തുക എന്നതായിരുന്നു. പാക് അഫ്ഗാൻ പുരുഷന്മാർ ബ്രിട്ടീഷ് പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനെ കുറിച്ച് മുൻ ആഭ്യന്തര സെക്രട്ടറി സുവെല്ല ബെവർമാനും പ്രസ്താവിച്ചിരുന്നു. ബ്രിട്ടീഷ് പൗരന്മാർ പട്ടിണി കിടക്കുമ്പോൾ അവർ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് തിന്നുകൊടുത്ത് ആ രാജ്യത്തിന്റെ അസ്തിത്വത്തിന് തുരങ്കം വയ്ക്കുകയാണ് ഇക്കൂട്ടർ. ബ്രിട്ടീഷുകാരും അമുസ്ലിമുകളുമെല്ലാം ബ്രിട്ടനിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറയാൻ പോലും അവർ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് ആശ്ചര്യകരമായ മറ്റൊരു വസ്തുത. അവരെ എല്ലാ അർത്ഥത്തിലും ബ്രിട്ടീഷ് ജനത മടുത്തിരിക്കുന്നു. ഇത്തരം അധിനിവേശ ശക്തികൾ ആ രാജ്യത്തേക്ക് വന്ന് ബ്രിട്ടനെ കൊള്ളയടിക്കുകയാണെന്നും തങ്ങളുടെ വഴിയും തങ്ങളുടെ പെൺമക്കളെയും ഒക്കെ നശിപ്പിക്കുകയാണെന്നും ബ്രിട്ടീഷുകാർ തറപ്പിച്ചു പറയുകയാണ്. 90% ബലാത്സംഗ കേസുകളിലും ഇവരുടെ പുരുഷന്മാർ പ്രതികളാണ്. നയപരമായി ഇത് കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ പോലും പരാജയപ്പെടുകയെന്നാണ് തദ്ദേശീയർ ആരോപിക്കുന്നത്. ഇത്തരക്കാരുടെ പദ്ധതിയെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ കയ്യിൽ വിശദമായ രേഖയുണ്ടെന്നും ജോലി ചെയ്യാതെ ആനുകൂല്യങ്ങൾ പറ്റി രാജ്യത്തിന് നികുതി പോലും നൽകാതെ ജീവിക്കുന്നവരെ കുറിച്ച് അതിൽ വ്യക്തമായ പരാമർശമുണ്ടെന്നും പാകിസ്ഥാനിയും അഫ്ഗാനിയും സൊമാലിയക്കാരനും ചേർന്ന് അവരുടെ രാജ്യത്തെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നാണ് ബ്രിട്ടനിലെ വലതുപക്ഷ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന റോബിൻസൺ എന്ന തദ്ദേശീയൻ പറയുന്നത്.
ബ്രിട്ടന്റെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും അവർ നശിപ്പിക്കുന്ന സാഹചര്യത്തിനെതിരെയാണ് തങ്ങൾ പ്രതിഷേധിക്കുന്നതെന്ന് അവർ പറയുന്നു. We've been made to feel ashamed of being British, and all cultures are equal, which they're not. Yeah, we are a superior culture. We should celebrate it. They get houses. They get 3 meals a day. They get money. When I say they get 3 meals a day, you have got English old age pensioners who can't afford to turn their heating on. These lot are staying in 4-star hotels. You've got English people who are dying, starving, all these different things, living in poverty, and you've got hotels full. With each passing day, the riots reach new parts of the UK. They get a free house. They get given priority above us. They get everything above us. So British people, you can go into this town centre, you'll find English people sleeping rough, homeless on the street. You go to a hotel and you'll see it full of 100 Pakistani men who are getting free phone credit, getting given money every week, and then in a few years they'll bring all their families over as well. ഇത്തരത്തിലാണ് ബ്രിട്ടന്റെ അസ്തിത്വത്തെ തകർക്കുന്ന വിധത്തിൽ കുടിയേറ്റക്കാർ നടത്തിവന്ന നീക്കങ്ങൾക്കെതിരെ ക്ഷമകെട്ട ബ്രിട്ടീഷുകാരൻ പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടി പരാജയപ്പെടുകയും ലിബറൽ നിലപാടുകളുള്ള ലേബർ പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തതോടെ സ്ഥിതിഗതികൾ തങ്ങൾക്ക് അനുകൂലമാണെന്ന് പലരും കരുതി. പക്ഷേ വലതുപക്ഷ നിലപാടുകൾ തീവ്രമാക്കിയ ബ്രിട്ടീഷ് ജനത ഇപ്പോൾ ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കീർ സ്റ്റാർമറിനെ പോലും ആ തിരിച്ചടിയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായ ജർമ്മനിയിലും അഭയാർത്ഥികളായി വന്നവർ ഉണ്ടാക്കി വെക്കുന്ന തലവേദനകൾ ചെറുതല്ലാത്തതാണ്. സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സകലർക്കും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന രാജ്യമായിരുന്ന യൂറോപ്പ് ഇന്ന് ഭീതിയുടെ മുൾമുനയിലാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിക അഭയാർത്ഥികൾ തുടർച്ചയായി കത്തിയാക്രമണം അഴിച്ചുവിടുന്ന ജർമ്മനി എന്ന യൂറോപ്യൻ രാഷ്ട്രം. ഇസ്ലാമിക തീവ്രവാദികൾ ആ രാജ്യത്തെ കുട്ടിച്ചോറാക്കിയ വിധങ്ങളെ കുറിച്ച് 3ലധികം പതിറ്റാണ്ടുകളായി ജർമ്മനിയിൽ താമസിക്കുന്ന മാധ്യമ പ്രവർത്തകനായ ജോർജ് കുമ്പളവേലി ഷെക്കന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ആരെയും നടുക്കാൻ പോന്നതാണ്. ഇവര് തീവ്ര വലതുപക്ഷത്തിലേക്ക് പോകാനുണ്ടായ കാരണം അമിതമായ അഭയാർത്ഥി താലോലം നടത്തി ജർമ്മനിയിൽ ആളില്ലാത്തതിന്റെ പേരിൽ, അതായത് ജർമ്മൻ ജനത ഒരു ഡെമോഗ്രാഫിക്കൽ വീഴ്ചയിലേക്ക് വരാതിരിക്കാനുള്ള ഒരു പരിഹാരം എന്നോണം വിദേശികളെ ഇങ്ങോട്ട് കുടിയേറ്റി കഴിഞ്ഞ 8 കൊല്ലം കഴിഞ്ഞ് അവർക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കൊടുത്താൽ നമ്മുടെ ജനതയാകും എന്നുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാട് പക്ഷെ ഇവർക്ക് തന്നെ വിനിയായി വന്നു. രണ്ടാമത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ ആരാണ് ശരിക്കുള്ള വിദേശി അല്ലെങ്കിൽ കുടിയേറ്റക്കാരൻ, ഇവൻ രാജ്യത്തിന് നല്ലതാണോ രാജ്യത്തിന് മോശമാണോ ഇല്ലയോ എന്ന് പറയാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ സർക്കാരിന് നിൽക്കേണ്ടി വന്നു. അവർ ഇതുവരെയായിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഷോൾസ് സർക്കാരിന് ഇവരിൽ ആരാണ് ശരിക്കുള്ള ഒരു വിദേശി, നമ്മുടെ രാജ്യത്തിന് നന്മ പകരുന്നത് ആരാണെന്ന് ഇവർക്ക് ഇപ്പോഴും തിട്ടമായിട്ടില്ല. ഞങ്ങളൊക്കെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ദേശത്തൂടെ നമ്മൾ അല്ലെ പ്രദേശത്തൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് വിദേശിയാണ് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളെല്ലാം മറ്റുള്ളവരെ പോലെ ആക്കിയെടുത്തു ഇവരുടെ ഈ നടപടി മൂലം. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അഭയാർത്ഥികളായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു സമ്പ്രദായമാണ് ഈ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഇവിടെ സംഭവിച്ചത്. ഈ പറഞ്ഞ രീതിക്ക് നമുക്കൊരു മതത്തിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ ജർമ്മനിയെ ഇസ്ലാമിസ്റ്റ് രാജ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാനാണ് ഈ സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന ഈ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റാവില്ല. ഈ വന്നവരൊക്കെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ മേർക്കൽ ഇങ്ങോട്ട് പോരെ, ഞാൻ ലോകത്തിന്റെ മൂട്ടി, അതായത് ലോകത്തിന്റെ മദർ, ലോകത്തിന്റെ അമ്മ എന്ന് ഞാനാകുന്നു എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു കയറ്റി കഴിഞ്ഞപ്പോൾ അവിടെയാണ് സംഭവിച്ച തെറ്റ്. അതൊരു വലിയ തെറ്റ് തന്നെയാണ്. അത് തിരുത്താനായിട്ട് അവര് രാജ്യത്തോടും ജനങ്ങളോടും മാപ്പ് പറഞ്ഞിട്ട് ആ മാപ്പിലൊന്നും ഒതുങ്ങി നിന്നില്ല ഇപ്പോഴത്തെ കുടിയേറ്റം. അതുപോലെ തന്നെ ഇത് യൂറോപ്യൻ യൂണിയനിലെ പ്രബല രാജ്യം എന്ന നിലയിൽ സാമ്പത്തികമായിട്ടും മറ്റു എല്ലാത്തിനും സാങ്കേതികമായിട്ടും മുൻനിൽക്കുന്ന ഈ രാജ്യത്തിന് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങള് തീരുമാനിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. കാരണം യൂറോപ്യൻ യൂണിയൻ എല്ലാവരും തന്നെ ഈ ജർമ്മനിയെ ഒതുക്കാൻ നോക്കുകയാണ്. സാമ്പത്തികമായിട്ട് കൂപ്പ് കുത്തി നിൽക്കുകയാണ് രാജ്യം. അതുപോലെ തന്നെ ഇവർ കയറ്റുമതിയിൽ 10 വർഷമായിട്ട് വേൾഡ് മൈസ്റ്ററായിട്ട്, അതായത് ലോകത്തിലെ ഏറ്റവും ഉന്നതിയായിട്ട് നിന്ന
ഗവൺമെന്റ് അല്ലെങ്കിൽ രാജ്യം ഇപ്പോൾ ആ തരത്തിൽ കൂപ്പുകുത്തി. ഇത്തരത്തിൽ അങ്ങേയറ്റം ഭീകരമാണ് അഭയാർത്ഥികളെ എക്കാലത്തും തുറന്ന മനസ്സോടെ സ്വീകരിച്ച രാജ്യമായ ജർമ്മനിയുടെ ഇന്നത്തെ അവസ്ഥ. കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 10 ലക്ഷം മുസ്ലിം അഭയാർത്ഥികളാണ് സിറിയയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമെല്ലാം ജർമ്മനിയിലേക്ക് ചേക്കേറിയത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 1 ഡസനിലേറെ ചെറുതും വലുതുമായ ജിഹാദി ആക്രമണങ്ങൾക്കും കത്തിക്കുത്ത് കൊലപാതകങ്ങൾക്കുമാണ് ജർമ്മനി സാക്ഷിയായത്. മാൻഹൈമിലും വിയോസ്ബർഗ് സിറ്റി സെന്ററിലും ക്രെംലിനിലും വൂസ്ബർഗിലും ബെർലിനിലെ പ്രശസ്ത കൊളോൺ കത്തീഡ്രലിലുമെല്ലാം ജിഹാദി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് അഭയം കൊടുത്ത് കൈക്ക് തന്നെ കടിക്കുന്ന തീവ്രവാദികൾ തനിനിറം കാണിച്ചതിനാൽ ഇനിയും അമാന്തിച്ചു നിൽക്കാൻ ജർമ്മനി തയ്യാറല്ലായിരുന്നു. യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ജർമ്മനിയെ ഉയർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചത് കത്തോലിക്ക, പ്രൊട്ടസ്റ്റന്റ്, ക്രൈസ്തവ ഭൂരിപക്ഷ വിഭാഗങ്ങളാണെന്ന കാര്യത്തിൽ തെല്ലും തർക്കം വേണ്ട. യൂറോപ്പിൽ ആകമാനം മുഴങ്ങുന്ന ലെഫ്റ്റ് ഇസ്ലാമിക ചേരികൾ ഉയർത്തുന്ന ലിബറൽ കോലാഹലങ്ങൾ തെല്ലും ബാധിക്കാത്ത ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന ജർമ്മനി ഇത്തരക്കാരെ കൊണ്ട് മടുത്തതിനാൽ ഇപ്പോൾ ശക്തമായ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. തങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന്റെ തടസ്സമായി നിൽക്കുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് സെന്റർ ഹാംബർഗ് അസോസിയേഷനെയും അതിന്റെ അനുബന്ധ സംഘടനകളെയും നിരോധിച്ചുകൊണ്ട് തീരുമാനങ്ങൾ നടപ്പിലാക്കിയിരിക്കുകയാണ് ജർമ്മൻ സർക്കാർ. ഇസ്ലാമിക് സെന്റർ ഹാംബർഗ് അസോസിയേഷന്റെ കീഴിൽ വരുന്ന നിരവധി മോസ്കുകൾക്കും ജർമ്മനിയിൽ പൂട്ടുവീണിരിക്കുകയാണ്. കഴിഞ്ഞ നവംബറിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കടുത്ത നടപടിയിലേക്ക് ജർമ്മനി തയ്യാറായത്. ജർമ്മൻ കോടതിയുടെ പശ്ചാത്തലത്തിൽ 8 ജർമ്മൻ സംസ്ഥാനങ്ങളിലെ അധികാരികൾ ഈ തീവ്രവാദ സംഘടനയുടെ 53 സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയാണ് തീരുമാനം പ്രാബല്യത്തിൽ വരുത്തിയത്. നിരോധിക്കപ്പെട്ടതിൽ പേരുകേട്ട ചില മസ്ജിദുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. മാനവികതയ്ക്കും സ്ത്രീകളുടെ അവകാശത്തിനും സ്വതന്ത്ര ജുഡീഷ്യറിക്കും ജർമ്മൻ ജനാധിപത്യത്തിനും എതിരായി നിൽക്കുന്ന പ്രത്യയ ശാസ്ത്രങ്ങളെ നിരോധിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ലോകത്തിലെ ഏറ്റവും മനോഹര രാജ്യമായ ജർമ്മനിയെ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ അട്ടിമറിക്കാമെന്ന് കരുതിയവർക്ക് മുന്നിൽ യാഥാസ്ഥിതിക പരിവർത്തനത്തിന്റെ ശക്തി കാട്ടിക്കൊടുക്കുവാൻ ജർമ്മനി തയ്യാറായിരിക്കുകയാണ്. ഫ്രാൻസിലാകട്ടെ കഴിഞ്ഞ തവണ അധികാരത്തിലെത്തിയത് ഇടത് ഇസ്ലാമിക നിലപാടുകൾ ഉള്ളവരാണ്. ആ ഭരണത്തിന്റെ കീഴിൽ ഫ്രാൻസിൽ നടന്നത് സമാനതകളില്ലാത്ത കൊള്ളകളും കൊള്ളിവെപ്പുകളും ആക്രമണങ്ങളും സ്ഫോടനങ്ങളുമായിരുന്നു. മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് പോലീസിന്റെ നേരെ തിരിഞ്ഞ ജമൈക്കൻ അഭയാർത്ഥി പയ്യൻ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട കാരണത്തിൽ അന്ന് പോലീസിന് നേരെ പോലും ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാത്തിനും നേതൃത്വം കൊടുത്തതാകട്ടെ അഭയാർത്ഥികളായി ഫ്രാൻസിലെത്തിയവരും. അതിപ്പോൾ ഇസ്രായേൽ സിനഗോഗ് ആക്രമണത്തിലേക്കും പള്ളിക്ക് തീവയ്ക്കലുമൊക്കെ എത്തി നിൽക്കുകയാണ്. ഫ്രാൻസിൽ അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിലും ലെഫ്റ്റ് ഇസ്ലാമിസ്റ്റുകൾ അധികാരത്തിലെത്തിയെന്നത് ഇത്തരം രാജ്യവിരുദ്ധ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ഫ്രഞ്ച് പ്രതിലോമ ശക്തികൾക്ക് വളരെ ആഹ്ലാദം പകരുന്ന കാര്യമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വെളിപ്പെട്ട യാഥാർത്ഥ്യം ഫ്രാൻസിൽ തീവ്ര വലതുപക്ഷം ശക്തമായി തന്നെ മുന്നേറുന്നു എന്നതാണെന്ന കാര്യം പലരും മനഃപൂർവ്വമായി തമസ്കരിക്കുകയാണ്. ഇസ്ലാമിക തീവ്രവാദികളാൽ മടുത്ത് സ്വന്തം രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രഞ്ച് പൗരന്മാർ ഇപ്പോൾ തീവ്രമായ ദേശീയ ബോധത്തിലും വലതുപക്ഷ മുന്നേറ്റത്തിലും തന്നെയാണ് മുന്നേറുന്നത്. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം തികച്ച് മാർലി പെന്നിനെ പോലെയുള്ളവർ അധികാരത്തിലെത്തുന്ന ദിവസങ്ങൾ ഒട്ടും അകലെയല്ലെന്ന് തന്നെയാണ് ഫ്രാൻസിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കുടിയേറ്റക്കാരുടെ കലാപകലുഷിതമായ പ്രവണതകൾ അത്രയ്ക്കും ഫ്രാൻസിന് മടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് സ്വീഡനിലെ ഉപപ്രധാനമന്ത്രിയും ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകളുടെ തീപ്പൊരി നേതാവുമായ എബ ബുഷ് സ്വീഡിഷ് മൂല്യങ്ങളോട് പൊരുത്തപ്പെടാൻ വിമിഷ്ടപ്പെടുന്ന മുസ്ലിമുകൾ സ്വീഡനിൽ നിന്ന് പുറത്തു പോകണമെന്നുള്ള വിപ്ലവകരമായ പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. ദുരഭിമാനക്കൊല, തലവെട്ടൽ, സ്ത്രീകളെ കല്ലെറിഞ്ഞു കൊല്ലൽ, ഇത്തരത്തിലുള്ള മാരക തിന്മകളെ പ്രോത്സാഹിപ്പിക്കുന്ന ശരീഅത്ത് നിയമങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ലെന്നും അവർ ഊന്നി പറഞ്ഞിരിക്കുകയാണ്. അഭയാർത്ഥികളായി സ്വീഡനിലെത്തി കാര്യങ്ങളൊക്കെ സെറ്റായി എന്ന് വന്നപ്പോൾ അവിടെ ശരീഅത്ത് നിയമം നടപ്പാക്കാൻ ഇറങ്ങിയ ഇസ്ലാമിക രാഷ്ട്രവാദികളെ വെല്ലുവിളിച്ച് ആരെയും കൂസാതെ ഈ സ്വീഡിഷ് പെൺപുലി നടത്തിയ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലങ്ങളെ പോലും ശ്രദ്ധ പിടിച്ച് പറ്റിയിരിക്കുകയാണ്. മതവായ്ത്താരികൾക്ക് പഞ്ഞമില്ലെങ്കിലും ഉടുതുണിക്ക് മറുതുണി പോലുമില്ലാതെ പട്ടിണിയും പരിവട്ടങ്ങളുമായി അറബ് നാടുകളിൽ നട്ടം തിരിഞ്ഞവർ
സംസ്കാര സമ്പന്നമായ യൂറോപ്യൻ ക്രൈസ്തവ രാജ്യങ്ങളിൽ വന്ന് ജീവിതം തെല്ലൊന്ന് കരപറ്റിയെന്നാകുമ്പോൾ അവരുടെ നിയമം അവിടെയും നടപ്പിലാക്കണമെന്ന് ശഠിക്കുന്ന തരത്തിലുള്ള അപമാനകരമായ ശാഠ്യങ്ങൾക്കെതിരെ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ആകമാനം ഉണർന്നെഴുന്നേറ്റിരിക്കുകയാണ്. അതുതന്നെയാണ് കുടിയേറ്റം സംബന്ധിച്ച് സ്വീഡന്റെ നയങ്ങൾ കർശനമായി നടപ്പാക്കേണ്ടതുണ്ടെന്ന കൺസർവേറ്റീവായ രാഷ്ട്രീയ വൃത്തങ്ങൾക്കുള്ളിൽ വളർന്നുവരുന്ന വികാരം ഉപപ്രധാനമന്ത്രിയിലൂടെ തന്നെ പ്രതിഫലിച്ചത്. വാസ്തവത്തിൽ യൂറോപ്പിലെ വലതുപക്ഷ തീവ്ര നിലപാടുകൾക്കും ക്രൈസ്തവ വിശ്വാസധിഷ്ഠിത മുന്നേറ്റത്തിനും വഴിമരുന്നിട്ടത് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായി മുസോളിനിയുടെ പിന്മുറക്കാരിയായ തീപ്പൊരി നേതാവ് ജോർജിയ മെലോണി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ലെഫ്റ്റ് ലിബറൽ ആശയധാരയുടെ പ്രചാരകർ അഴിച്ചുവിട്ട നയങ്ങളിൽ പിടിമുറുക്കി കപ്പൽ മാർഗം അഭയാർത്ഥികളുടെ കുത്തൊഴുക്കായിരുന്നു ഒരു കാലത്ത് ഇറ്റലിയിലേക്ക്. അതോടെ ആ രാജ്യത്തിന്റെ സമാധാനവും നശിച്ചു. ഗർഭഛിദ്രത്തിനും സ്വവർഗ വിവാഹത്തിനും ദയാവധത്തിനുമൊക്കെ എതിരെ ശക്തമായ നിലപാടെടുത്ത മെലോണി ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചും സ്ത്രീ സുരക്ഷയ്ക്ക് ശക്തമായ പ്രാധാന്യം നൽകിയുമാണ് മുന്നേറിയത്. കുടിയേറ്റത്തെ ശക്തമായി എതിർക്കുന്ന മെലോണി ഇറ്റാലിയൻ തലമുറകൾ രാജ്യത്ത് പെരുകണമെന്ന് ശഠിച്ചു നടത്തിയ നീക്കങ്ങളൊക്കെ വളരെ ശ്രദ്ധ നേടിയിരുന്നു. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത തീവ്ര വലതുപക്ഷ നിലപാടുകളോടെ മുൻനിരയിൽ തന്നെ നിൽക്കുകയാണ് മെലോണി. കുടിയേറ്റക്കാർക്കെതിരെ അതിശക്തമായ നിലപാടുള്ള ഡച്ച് നേതാവ് ഗീർട്ട് വൈൽഡേഴ്സും ആസ്ട്രിയയിൽ തീവ്ര വലതുപക്ഷ കക്ഷിയായ ഫ്രീഡം പാർട്ടിയും ഇതേ നിലപാടുകളിൽ അതിശക്തമായി മുന്നേറുമ്പോൾ ഹംഗറിയും പോളണ്ടും ക്രൊയേഷ്യയും ഫിൻലാൻഡും അയർലാൻഡും റഷ്യയും റൊമാനിയയും സ്പെയിനും ശക്തമായ വലതുപക്ഷ യാഥാസ്ഥിക നയങ്ങളിൽ പ്രബലമായി കൊണ്ടിരിക്കുകയാണ്. പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടരുതെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ടെങ്കിലും പോളണ്ടും ഹംഗറിയും ഒരൊറ്റ ഇസ്ലാമിക കുടിയേറ്റക്കാരനെയും തങ്ങളുടെ അതിരിനുള്ളിൽ പോലും കയറ്റത്തില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അത് ആ രാഷ്ട്രങ്ങളുടെ അഖണ്ഡതയെയും സമാധാനത്തെയും കൂടുതൽ ശക്തമാക്കുകയാണെന്ന കാര്യം മറക്കാനാകില്ല. ഈ വിഷയങ്ങൾ ഇത്ര ശക്തമായി പ്രതിപാദിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എല്ലാ കുടിയേറ്റങ്ങളുടെയും പിന്നിലുള്ള ചില നിഗൂഢതകളെ കുറിച്ച് വ്യക്തമാക്കാൻ തന്നെയാണ്. യൂറോപ്യൻ ക്രൈസ്തവ രാഷ്ട്രങ്ങളുടെ സുഖശീതളമയും സുരക്ഷിതത്വവും കൊതിച്ച് മാത്രമല്ല അഭയാർത്ഥി പരിവേഷമുള്ളവർ അങ്ങോട്ട് ഇരച്ചു കയറിയത്. കൃത്യമായ അജണ്ടയോട് കൂടെ തന്നെയാണ്. അത് സ്ഥിരീകരിക്കുന്ന അഭിപ്രായം തന്നെയാണ് ഷെക്കേന ഡിബേറ്റിൽ പങ്കെടുത്ത യുവജന പ്രതിനിധി അമൽ സിറിയക് നടത്തിയത്. യൂറോപ്പിലേക്ക് യുവജനങ്ങൾ കുടിയേറി പോകുന്നു, അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് കുടിയേറി പോകുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുടിയേറി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പ് പോലെയുള്ള നാടുകൾ ഗൾഫ് പോലെയുള്ള രാജ്യങ്ങളല്ല. അതായത് ഗൾഫിലെ നമ്മളൊരു ജോലിക്ക് ശേഷം തിരിച്ച് നാട്ടിൽ വന്ന് സെറ്റ് ചെയ്യാം, ആ രീതിയാണ് പലപ്പോഴും ഗൾഫ് ജോലികൾ നമ്മൾ കാണുന്നത്. അതേസമയം യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ആൾക്കാർ പോകുന്നത് കുട്ടികളുടെ പഠനം, അതോടൊപ്പം തന്നെ ഒരു ജീവിതം കെട്ടിപ്പടുത്തുക എന്ന രീതിയിലേക്ക് അവിടെ ഒരു സ്ഥിരതാമസക്കാരായി മാറുക എന്ന ലക്ഷ്യത്തോടുകൂടിയൊക്കെയാണ് പലപ്പോഴും യൂറോപ്പിലേക്ക് പോകുന്നത്. ലോകമഹായുദ്ധങ്ങളടക്കം പലതരം പ്രതിസന്ധികളെ അതിജീവിച്ചാണ് യൂറോപ്യൻ ജനത ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അതിനിടയിൽ പാല് കൊടുത്ത കയ്യിൽ കടിക്കുന്ന തരത്തിൽ കുടിയേറ്റ ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാക്കി വെക്കുന്ന തലവേദനകളോട് അവർ അതേ നാണയത്തിൽ പ്രതികരിക്കാത്തത് ഭയം കൊണ്ടല്ല, മറിച്ച് അവരുടെ സംസ്കാരം അവരെ അതിന് അനുവദിക്കാത്തതിനാൽ തന്നെയാണ്. ഏതായാലും യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ ശക്തമായ നിലപാടിലാണ്. അതെ, യൂറോപ്പ് ആകമാനം യാഥാസ്ഥികവും ശക്തവുമായ പരിവർത്തനത്തിന്റെ പാതയിലാണ്. മാഫിയകൾ പിടിമുറുക്കുന്ന മലയാള സിനിമ. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം മലയാള സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരം കാര്യങ്ങളാണ്. നടികളാണെന്ന് ചാനലുകാർ മാത്രം അവകാശപ്പെടുന്ന പലതരം പേരുകളുള്ള ചില തരുണിമണികൾ വർദ്ധിത വീര്യത്തോടെ ക്യാമറകൾക്ക് മുൻപിൽ തകർത്താടുമ്പോൾ പല പ്രമുഖർക്കും പരിക്കേറ്റു. എന്നാൽ ആരോപണ വിധേയരായി കേസിൽപ്പെട്ട പലർക്കും ജാമ്യം കിട്ടിയെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ സീരീസിൽ ഏറ്റവും അവസാനം പുറത്തു വന്നത് നിവിൻ പോളി എന്ന നടൻ ദുബായിൽ വെച്ച് പീഡിപ്പിച്ചെന്ന പരാതിയുമായി വന്ന ഒരു സ്ത്രീ ആയിരുന്നു. അത് കേട്ട് കേരളമാകെ തെല്ലൊന്ന് അമ്പരന്നെങ്കിലും ഒട്ടും അമാന്തിക്കാതെ ക്യാമറയുടെ മുൻപിലെത്തിയ നിവിൻ തന്റെ നിരപരാധിത്വം ഊന്നി പറഞ്ഞെങ്കിലും ചിലർക്കൊക്കെ അത് തൃപ്തികരമായില്ല. പക്ഷേ ഒന്നിനു പുറകെ ഒന്നായി വിവരങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ നിവിനെതിരെ ഒരു തെളിവുമില്ലെന്ന് മാത്രമല്ല
പീഡനം നടന്നെന്ന് പറയുന്ന ദിവസം അദ്ദേഹം എറണാകുളത്ത് ഷൂട്ടിങ്ങിലായിരുന്നുവെന്ന് വ്യക്തമായി. സംവിധായകൻ വിനീത് ശ്രീനിവാസൻ അടക്കമുള്ളവർ രംഗത്ത് വന്നതോടെ വ്യാജ ആരോപണങ്ങളുടെ വെച്ചുകെട്ടലുകൾ മുഴുവൻ അഴിഞ്ഞു വീണിരിക്കുകയാണ്. സിനിമകളിൽ ഒരു പ്രേക്ഷകനും കണ്ടിട്ടില്ലാത്ത ചില സ്ത്രീകൾ പോലും നടികളാണെന്ന് പറഞ്ഞ് തോണ്ടിയെന്നും തൊട്ടെന്നുമൊക്കെയുള്ള മാരക വെളിപ്പെടുത്തലുകൾ നടത്താൻ വരുമ്പോൾ മൈക്കും നീട്ടി ഓടി എത്തുന്നവർക്കെല്ലാം നിഗൂഢമായ ഒരു അജണ്ടയുണ്ടെന്ന് ചിലരൊക്കെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ശക്തമായി തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥ പീഡനങ്ങളും തട്ടിപ്പ് പീഡന പരാതികളും കൂട്ടിക്കലർത്തി യഥാർത്ഥ പീഡകരെ സംരക്ഷിക്കാനുള്ള അടവ് തന്ത്രങ്ങളാണോ ഇപ്പോൾ നടക്കുന്നതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ചിലരെ അവർ ടാർഗറ്റ് ചെയ്യുന്നതും എന്നാൽ അങ്ങേയറ്റം ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ പോലും ചില ചാനലുകൾ മനഃപൂർവ്വമായി അവഗണിക്കുന്നതും റേറ്റിംഗ്സ് കൂട്ടാൻ വേണ്ടി നടിമാരുടെ വെളിപ്പെടുത്തലുകളെ സൗകര്യം പോലെ വളച്ചൊടിക്കുന്നതുമായ മാധ്യമ ശിംഗങ്ങൾ ചില ആരോപണങ്ങളെ പർവ്വതീകരിക്കുന്നതും ഗുരുതരമായ ചില ആരോപണങ്ങളെ അവഗണിക്കുന്നതും നമുക്ക് കാണാം. ചാനൽ മുതലാളിമാരുടെ താല്പര്യത്തിനനുസരിച്ച് തന്നെയാണ് അവർ അത് ചെയ്യുന്നതെന്ന് ഉറപ്പാണ്. ബ്രോഡാഡിയുടെ സെറ്റിൽ വെച്ച് സംവിധാന സഹായിയായ മൻസൂർ എന്ന ഒരാൾ സ്പ്രൈറ്റിൽ മയക്കുമരുന്ന് കലർത്തി കുടിപ്പിച്ച് പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി പരാതിയുമായി വന്നിട്ടും നടപടിയുമില്ല, വാർത്തയുമില്ല. ഇപ്പോൾ സംവിധായകൻ ആഷിഖ് കപൂറിനും ഭാര്യ റീമയ്ക്കുമെതിരെ സുചിത്ര എന്ന ഗായിക ഉയർത്തിയിരിക്കുന്ന അത്യധികം ഗുരുതരമായ ആരോപണങ്ങൾ എത്ര വിദഗ്ധമായാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അവഗണിച്ചത്. കേരളത്തിലെ നമ്പർ 1, നമ്പർ 2 പത്രമാധ്യമങ്ങളുടെ ഓൺലൈൻ പോർട്ടലിൽ ഈ വാർത്ത വന്നെങ്കിലും അജ്ഞാത കാരണങ്ങളാൽ അതെല്ലാം മാഞ്ഞു പോയിരിക്കുകയാണ്. ഈ വിവാദങ്ങൾക്കെല്ലാം മൂലകാരണമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതേക്കുറിച്ച് സാമൂഹ്യ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കാർ പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരുപക്ഷെ കൂടുതൽ മാധ്യമ ശ്രദ്ധ ഉണ്ടാകേണ്ടുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മുടെ സിനിമാ മേഖലയിലുള്ള മയക്കുമരുന്ന് ഉപയോഗത്തെ പറ്റിയാണ്. ഇതേക്കുറിച്ച് പല കംപ്ലൈന്റുകളും മുൻപ് ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പല നിർമ്മാതാക്കളും അർത്ഥമനസ്സോടെയെങ്കിലും ഈ ഒരു കാര്യത്തിനെ പറ്റി വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പല അഭിനേതാക്കളും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പല സിനിമകളുടെയും സെറ്റുകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടായിരുന്നു. പലപ്പോഴും ക്യാരവാനുകളിലും മറ്റും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ആരോപണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള പരാമർശവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇത് ചർച്ചയാകുന്നില്ല എന്നത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ പീഡനം അത് മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും അനുഭവിക്കുന്നതും അതേക്കുറിച്ച് തുറന്ന് പറഞ്ഞിട്ടുള്ളതും സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള അനുഭവം പുരുഷന്മാരിൽ നിന്നുണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതുകൂടി അന്വേഷിക്കേണ്ടതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള സമീപനം, പെരുമാറ്റം ഒക്കെ തന്നെ പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾക്കുണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഡ്രഗ് അബ്യൂസാണ് എന്നാണ്. സിനിമാ മേഖലയിലെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ഉപയോഗത്തെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഈ ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തിരുന്ന പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒഴിവാക്കിയിരിക്കുന്ന 60 പേജുകളിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല എങ്കിലും നിലവിലെ റിപ്പോർട്ടിൽ തന്നെ പല ഭാഗത്തും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം എത്രത്തോളം സാധാരണമായിട്ടുണ്ട് സിനിമാ സെറ്റുകളിൽ എന്നുള്ളതിനെ പറ്റിയുള്ള പരാമർശമുണ്ട്. അത് ശരിവെക്കുന്ന രീതിയിലുള്ള മൊഴികൾ നൽകിയിരിക്കുന്ന നിരവധി ആൾക്കാരുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സിനിമാ മേഖലയിലെ ശാരീരിക പീഡനങ്ങളിൽ പലതും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആസക്തിയിലാണ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഇതിന്റെ ഒരു ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് സിനിമാ മേഖലയിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം വളരെ കൂടുതലാണ് എന്നാണ്. ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതുണ്ട്. 2017 മുതൽ 2019 വരെയാണ് ഹേമ കമ്മിറ്റി പ്രവർത്തിച്ചത്. എന്നുവെച്ചാൽ ചുരുങ്ങിയത് 5 വർഷങ്ങൾക്ക് മുൻപെങ്കിലും മലയാള സിനിമയിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ മയക്കുമരുന്നിന് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കമ്മിറ്റിയുടെ മുമ്പാകെ എത്തിയ ഒരു സാക്ഷി പറഞ്ഞത് മലയാള സിനിമയിലെ ബഹുഭൂരിപക്ഷം നടന്മാരും സെറ്റുകളിൽ എത്തുന്നത് മദ്യപിച്ചതിന് ശേഷമാണ് എന്നാണ്. അതിൽ പലരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നുമാണ്. ഇതിന് ഒരു ന്യായീകരണമായിട്ട് ഇക്കൂട്ടർ പറയുന്നത് മദ്യപിച്ചാലോ മയക്കുമരുന്ന് ഉപയോഗിച്ചാലോ അവരുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകത വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഈ റിപ്പോർട്ടിന്റെ ഒരു ഭാഗത്ത് പറയുന്നത് ഇത്തരത്തിൽ മദ്യപിച്ചിട്ടും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടും സെറ്റിലെത്തുന്ന ആൾക്കാരെ കൊണ്ട് സിനിമാ മേഖലയ്ക്കുണ്ടാകുന്ന 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ പറ്റിയാണ്. അതിലൊന്ന് നോൺ പഞ്ച്വാലിറ്റിയാണ്. കൃത്യസമയത്തിന് ആൾക്കാർ അവിടെ സെറ്റുകളിൽ എത്താതിരിക്കുന്നു എന്നുള്ളത് സിനിമയ്ക്ക് വലിയ ദോഷമുണ്ടാക്കുന്നുണ്ട്, പ്രൊഡ്യൂസർക്ക് വലിയ ധനനഷ്ടമുണ്ടാക്കുന്നുണ്ട്.
അതേപോലെ തന്നെ മോശമായ പെരുമാറ്റം പലപ്പോഴും മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ ആസക്തിയുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് സെറ്റിലുള്ള മറ്റുള്ള ആൾക്കാർക്ക് നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതും ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. മറ്റൊരു സാക്ഷിയെ ഉദ്ധരിച്ച് ഈ റിപ്പോർട്ടിൽ പറയുന്നത് മയക്കുമരുന്നിന്റെ ഉപയോഗം സെറ്റുകളിലെല്ലാം തന്നെ സർവ്വസാധാരണമാണ് എന്നാണ്. ഏതാണ്ട് എല്ലാവരും മയക്കുമരുന്നിന് അടിമപ്പെട്ടവരാണ് എന്നും ഇതിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടാവുകയും അതിന്റെ പേരിൽ സിനിമാ സെറ്റിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പലപ്പോഴും സമയത്തിനൊക്കെ തന്നെ ആൾക്കാർ വരാതിരിക്കുകയും ഒക്കെ ചെയ്താൽ പോലും പലപ്പോഴും നിർമ്മാതാക്കൾക്ക് ഇവരെ ഒന്നും തന്നെ നിയന്ത്രിക്കാൻ കഴിയാറില്ല എന്നും ഇതിൽ പറയുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ നടന്മാരുടെയൊക്കെ തന്നെ നിസ്സഹകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ സിനിമാ നിർമ്മാതാവിനാണ് ധനനഷ്ടം ഉണ്ടാവുക. അങ്ങനെയുള്ള ധനനഷ്ടം സഹിക്കാൻ അവർക്ക് സാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ഇക്കൂട്ടരെ നിയന്ത്രിക്കാനായിട്ട് നിർമ്മാതാക്കൾക്ക് കഴിയില്ല എന്നും പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നേരത്തെ തന്നെ മലയാള സിനിമയിലെ പല നിർമ്മാതാക്കളും അർത്ഥമനസ്സോടെയും ചില സമയങ്ങളിലൊക്കെ തന്നെ രൂക്ഷമായും ഈ വിഷയത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നതിനെ പറ്റി ഓർക്കേണ്ടത്. ഒരു സെറ്റിൽ വെച്ച് അവർക്കത് പറയുന്നതിന് പല ബുദ്ധിമുട്ടുകളുമുണ്ട്. കാരണം അവരുടെ മുതൽ മുടക്കാണ്. അതിൽ എന്ത് രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടായാലും അവർക്കാണ് ധനനഷ്ടമുണ്ടാകുന്നത്. അത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഒരു സംഘടനയുടെ ഭാഗമായി തന്നെ പലപ്പോഴും നിർമ്മാതാക്കളെല്ലാം ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള പ്രവണതകൾ സിനിമാ സെറ്റുകളിലുണ്ട്, അതിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണം എന്ന് പറയുന്നത്. എന്നാൽ ഇതൊക്കെ തന്നെ ഇങ്ങനെ ആവശ്യപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് സർക്കാർ കൃത്യമായ രീതിയിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഈ കാര്യത്തിൽ കൊണ്ടുവരുന്നില്ല. റീമ കല്ലിങ്കൽ എന്ന നടിയും ഭർത്താവ് ആഷിഖ് അബു എന്ന സംവിധായകനും കൊച്ചിയിലെ വീട്ടിൽ ലഹരി കേന്ദ്രീകൃത പാർട്ടികൾ നടത്താറുണ്ടെന്നും അത്തരം പാർട്ടികളിൽ യുവതിയുവാക്കൾ പങ്കെടുക്കാറുണ്ടെന്നുമാണ് ഒരു മ്യൂസിക്കൽ ചർച്ചയ്ക്കിടെ ഗായിക ആരോപിച്ചത്. ഇത്തരം ലഹരി കൂത്താട്ടങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ടെന്നും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ നടിക്ക് അവസരങ്ങൾ കുറഞ്ഞതെന്നും ഗായിക സുചിത്ര തുറന്നടിച്ചു. നടി പീഡനത്തിനിരയായ കേസ് പ്രമാദമായതോടെ താരസംഘടനയായ അമ്മയിൽ നിന്ന് മാറി WCC എന്ന വിമത സംഘടന ഉണ്ടാക്കിയവരുടെ കൂട്ടത്തിൽ മുന്നിൽ നിന്നിരുന്ന റീമ കല്ലിങ്കൽ നടത്തിയ ഇത്തരം ലഹരി പാർട്ടികളിൽ ഒരു പാർട്ടിയിലും ഉപയോഗിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുവെന്ന് ഗായിക പറയുന്നത്. ഇത്ര ഭീകരവും അധികാരികളുടെയും മാധ്യമങ്ങളുടെയും അടിയന്തര ശ്രദ്ധ പതിയേണ്ടതുമായ ആരോപണങ്ങൾ തമസ്കരിച്ചു കളയുന്ന കേരളത്തിലെ അധികാരികളും മാധ്യമങ്ങളും ആരെയാണ് ഭയക്കുന്നതെന്ന് സമൂഹം ഒരുപോലെ ചോദിക്കുകയാണ്. നർക്കോട്ടിക് തന്ത്രങ്ങൾക്കെതിരെ ജാഗ്രത വേണമെന്ന് തന്റെ ഇടവകയിലെ ജനങ്ങളോട് വിശുദ്ധ കുർബാന മധ്യേ പ്രസംഗിച്ചതിന് ബിഷപ്പ് ജോസഫ് കള്ളറങ്ങാട്ടിനെതിരെ രാഷ്ട്രീയ ഭേദമന്യേ ഏവരും ഉറഞ്ഞു തുള്ളിയതും മാധ്യമങ്ങൾ അത് ചാകരയാക്കിയതും സമൂഹം കണ്ടതാണ്. പക്ഷേ സമൂഹത്തെ ആകമാനം അർബുദം പോലെ കാർന്നു തിന്നുന്ന മയക്കുമരുന്നെന്ന ഡേർട്ടി വ്യാഹാരത്തെ കുറിച്ച് ഒരു പെൺകുട്ടി ഭീകരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടും മാധ്യമങ്ങൾ അതിൽ സെൻസേഷൻ കാണാത്തതും അധികൃതർ നടപടിക്കൊരുങ്ങാത്തതും സിനിമയെ നിയന്ത്രിക്കുന്ന മാഫിയ സംഘത്തിന് മാധ്യമങ്ങളുടെ മേലും രാഷ്ട്രീയത്തിലുമുള്ള സ്വാധീനം കൊണ്ടല്ലേ? ഇതിനെതിരെ അനങ്ങാതെ മരവിച്ചിരിക്കുന്ന ഈ നാട്ടിലെ അധികാരികളും അത് വാർത്തയാക്കാത്ത മാധ്യമങ്ങളും ഈ നാടിനെ, ഇവിടത്തെ തലമുറകളെ കൊണ്ടുപോകുന്നത് നാശത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് തന്നെയാണ്. ഗായികയുടെ വെളിപ്പെടുത്തലിൽ ലഹരി പാർട്ടിയിൽ പങ്കെടുത്ത് ജീവിതം തന്നെ വഴിമുട്ടിപ്പോയവരിൽ ആരെങ്കിലും രംഗത്തു വരുമോ എന്ന ഭയം മൂർച്ഛിച്ചതിനാൽ താൻ ഇസ്ലാം ആയതിനാലാണ് തനിക്കെതിരെ ഇത്തരം ആരോപണങ്ങളെന്നും ഇതിന്റെ പിന്നിൽ സംഘപരിവാരാണെന്നും പറഞ്ഞ് അവസാനത്തെ തന്ത്രം പുറത്തെടുത്തിരിക്കുകയാണ് നടിയുടെ ഭർത്താവ്. പലരും അത് ഏറ്റുപിടിച്ചിട്ടുമുണ്ട്. കൊച്ചി എന്ന സിനിമാ തട്ടകത്തിനടുത്തുള്ള മട്ടാഞ്ചേരി കേന്ദ്രമായി മയക്കുമരുന്നും ഗുണ്ടാ പ്രവർത്തനങ്ങളുമായി നീങ്ങുന്ന ഒരു വലിയ കോക്കസാണ് ഇപ്പോൾ സിനിമയെ ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വളരെ സെൻസേഷണലും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള വിവരങ്ങളാണെങ്കിലും ഇതൊക്കെ വാർത്തയാക്കി യജമാന കോപം വരുത്തി കഞ്ഞുകുടി മുട്ടിക്കാൻ ഒരു മാധ്യമങ്ങളും തയ്യാറാകില്ലെന്ന് ഉറപ്പാണ്. പക്ഷേ ജീവൻ പോലും പണയപ്പെടുത്തി തന്റെ ഇടത്തോടെ കാര്യം വിളിച്ചു പറയാൻ ഗായിക സുചിത്രയെ പോലെ ആരെങ്കിലും മുമ്പോട്ട് വരുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരികൾ കടുത്ത ആശങ്കയാണ് ഈ സമൂഹത്തിന് സമ്മാനിക്കുന്നത്. ഇക്കണ്ട കാലം മുഴുവൻ പിണറായിയുടെ ചങ്കുകളായി കുന്തക്കാരന്മാരായി ഇടതും വലതും നിന്ന സ്വതന്ത്ര CPM-കാരായ PV അൻവറും KT ജലീലും ഇപ്പോൾ സർക്കാരിനെ സംരക്ഷിക്കാനാണെന്ന പേരിൽ കടുത്ത അസ്വസ്ഥതകൾ സർക്കാരിന് സമ്മാനിക്കുന്നത് കൗതുക കാഴ്ചകളായി മാറിയിരിക്കുകയാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP-ക്കും സർക്കാരിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും നേരെ ഇവർ നീട്ടിയ കുന്തത്തിന്റെ മുന എവിടെയൊക്കെ ചെന്നുകൊണ്ട് മുറിവുണ്ടാക്കുമെന്ന വസ്തുത വളരെ ഗൗരവമായിട്ടാണ് സമൂഹം ഉറ്റുനോക്കുന്നത്. അൻവറിനും ജലീലിനുമൊപ്പം
കരാട്ട് റസാക്കും പിന്നെ പ്രമുഖ ഇസ്ലാമിക സംഘടനകളെല്ലാം പിന്തുണയുമായി രംഗത്തുണ്ടെന്നാണ് വിവരങ്ങൾ. ഇനിയും ആലപ്പുഴയിൽ നിന്നും അമ്പലപ്പുഴയിൽ നിന്നുമെല്ലാം പലരും ഇവർക്കൊപ്പം കൂടാനും സാധ്യതയുണ്ട്. ഏതായാലും പിണറായിയുടെ ഭാഗത്തു നിന്ന് കടുത്ത നീക്കങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ശക്തമായ രാഷ്ട്രീയ നീക്കത്തിനാണ് ഇവർ അടിത്തറ ഒരുക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തം. നിഗൂഢ ലക്ഷ്യങ്ങളോടെ നീങ്ങുന്ന ഇവരുടെ നീക്കങ്ങളെ വളരെ ജാഗ്രതയോടെ പഠിച്ച് വേണ്ട പ്രതിരോധങ്ങൾ കൈക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന് അത് പുറകോട്ടടികൾക്ക് കാരണമായേക്കാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ഈ ആഴ്ചയിലെ ന്യൂസ് സ്കാൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.